ഹലോ നമസ്കാരം, എല്ലാവർക്കും ആർടി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ലാസ്റ്റ് ടിക്കറ്റ് സർവീസ് LGSൻ്റെ റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളെക്കുറിച്ചാണ്. സാധ്യതകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 ലിസ്റ്റുകളിൽ നിന്ന് ഏതാണ്ട് എത്രയാണ് നിയമനങ്ങൾ നടന്നത്, ഓരോ വർഷവും എത്ര നിയമനങ്ങൾ നടന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് വെച്ച് നമ്മളൊരു അനലൈസിലേക്ക് എത്തുന്നു. ഏതാണ്ട് ഇത്തവണയും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് എത്ര വരും എന്നുള്ളത്. കഴിഞ്ഞ 2 ലിസ്റ്റുകളിൽ ഏതാണ്ട് എത്രത്തോളം നിയമനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതേ സാധ്യത തന്നെ തുടരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും അതിൽ മാറ്റം വരാൻ ചാൻസുള്ള ഓരോ കാറ്റഗറിയിലെയും എണ്ണത്തിനനുസരിച്ചാണ്. നമ്മളിപ്പോൾ ഏതാണ്ടൊരു കുറേ ജില്ലകളുടെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പരമാവധി സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ തരാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു റൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് തയ്യാറാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഓരോ സാധ്യതകളും ഓരോ റാങ്കിൻ്റെയും വെച്ച് എത്ര സമയം എടുക്കും, എത്ര സമയത്ത് അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ എത്ര നിയമനങ്ങൾ നടക്കും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ പിന്നീട് റൊട്ടേഷൻ ചാർട്ടൊക്കെ തയ്യാറാക്കി പിന്നീട് പറയുന്നതാണ്. ഇപ്പം നമ്മൾ പ്രാഥമികമായിട്ട് കഴിഞ്ഞ 2 ലിസ്റ്റുകളിൽ നിന്ന് എന്താണ് സംഭവിച്ചത്, കഴിഞ്ഞ 2 ലിസ്റ്റുകളിൽ എങ്ങനെയായിരുന്നു നിയമനങ്ങൾ നടന്നത് എന്ന കാര്യങ്ങളാണ് പലപ്പോഴും സംസാരിക്കുന്നത്. മുൻ വീഡിയോയിൽ ഏതാനും ജില്ലകളുടെ കാര്യങ്ങളുണ്ട്, പലരും അത് ഇപ്പോഴും ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, തിരുവനന്തപുരം, ആലപ്പുഴ, മലപ്പുറം, കൊല്ലം, പാലക്കാട്, പത്തനംതിട്ട, തൃശ്ശൂർ ഈ ജില്ലകളുടെയൊക്കെ മുൻ വീഡിയോയിൽ ഉണ്ട്. അതവർ ആ ഡിസ്ട്രിക്റ്റ് ഉള്ളവരാണ് അറിയണമെന്നുണ്ടെങ്കിൽ മുൻ വീഡിയോയിൽ കാണുക. LGS പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കൂടുതൽ പേര് ആവശ്യപ്പെടുന്ന ഓർഡറിലാണ് ഞാൻ ജില്ലകളുടെ പ്രിഫറൻസ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ജില്ലകളാണ് പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് എറണാകുളം ജില്ലയുടെ കാര്യങ്ങളാണ്. എറണാകുളം ജില്ലയുടെ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മെയിൻ ലിസ്റ്റിൽ 789 പേരുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 806 പേര്, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ 38 പേരുണ്ട്. ടോട്ടൽ 1633 പേരുണ്ട് ലിസ്റ്റിൽ, 1633. കഴിഞ്ഞ ലിസ്റ്റ് നമുക്കറിയാം, കഴിഞ്ഞ ലിസ്റ്റ് അവസാനിച്ചത് 17/7/2025. ഈ 17-ാം തീയതി അവസാനിച്ചു. 18-ാം തീയതി നമ്മുടെ ഈ പുതിയ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റ് തുടങ്ങിയത് 18/7/2022 3 വർഷങ്ങൾ മുമ്പ് 18-ാം തീയതി. നമ്മുടെ ഈ ലിസ്റ്റ് തുടങ്ങിയത് ഈ 18-ാം തീയതി, ഒരു 3 വർഷത്തെ കാലാവധിയിൽ. ആ ലിസ്റ്റിൽ കഴിഞ്ഞ ലിസ്റ്റിലെ ആദ്യത്തെ അഡ്വൈസ് നടന്നത് 2/11/2022, അതായത് നവംബറിലാണ്. ജൂലൈ 18-ന് ലിസ്റ്റ് വന്നിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2-നാണ് ഫസ്റ്റ് അഡ്വൈസ് വന്നത്. അതെന്തിനാണെന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലായി, നമ്മുടെ ലിസ്റ്റിൽ നിന്നും ഏതാണ്ട് അത്രയും സമയം എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നവംബർ വരെ സമയം എടുത്തിട്ടുണ്ട്. അന്ന് 133 അഡ്വൈസാണ് ഫസ്റ്റ് പോയത്. അന്ന് 133 അഡ്വൈസ് പോകാൻ കാരണം അതിൻ്റെ ഏതാണ്ട് ഒരു കൊല്ലത്തെ സമയമുണ്ടായിരുന്നു ലിസ്റ്റ് കഴിഞ്ഞിട്ട്. ആ സമയത്തുള്ളതുകൊണ്ട് അത്രയും അഡ്വൈസ് അന്ന് പോയത്. കഴിഞ്ഞ ലിസ്റ്റിലെ അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് പ്രകാരം നമുക്ക് കിട്ടുന്നത് 11/7/2025-ലാണ്. മനസ്സിലാവുക, 11/7/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതിനുശേഷം ഒരു അഡ്വൈസും കൂടി പോയിട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 8/7/2025 വരെയുള്ള വേക്കൻസി, ജൂലൈ 8 വരെയുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് PSC പറയുന്നത്. അതായത് 8 കഴിഞ്ഞ് 17 വരെയുള്ള ഒരു 9 ദിവസമുണ്ട്. ആ 9 ദിവസം കൊണ്ട് ഒരു അഡ്വൈസും കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പോയിട്ടുണ്ടാവും, അവസാന ദിവസം വരെ അഡ്വൈസ് പോയ കാര്യമൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പോയിട്ടുണ്ടാവാനാണ് സാധ്യത. ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് എത്രയാണ് പോയതെന്ന് വെച്ചാൽ 800 അഡ്വൈസ് പോയിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് പ്രകാരം കിട്ടിയ പ്രകാരം 800 കുറച്ചുകൂടി കൂടും, കാരണം അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. 800 അഡ്വൈസ് പോയിട്ടുണ്ട്. ആ 800 അഡ്വൈസ് പോയതിൽ നമ്മൾ ഓരോ കാറ്റഗറി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഓപ്പൺ കാറ്റഗറി ജനറൽ 697 റാങ്ക് വരെ, ഈഴവ 693 വരെ, SC ആ ലിസ്റ്റിലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 21 വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 28, മുസ്ലിം 789, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, വിശ്വകർമ്മ 679, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, ധീവര 783, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ LV 9, HI 9, LDCP 9 പേരാണ്, എണ്ണമാണ്. ഇങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 800 അഡ്വൈസാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, എറണാകുളത്ത് 800 അഡ്വൈസ് വരെയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ലിസ്റ്റിലുള്ളത് 1633 പേരാണ്. മെയിൻ ലിസ്റ്റിൽ 789. അതിൽ ഓരോ കാറ്റഗറിയിലും എത്ര വരെയാണ് അഡ്വൈസ് നടന്നിരിക്കുന്നത്, ഒരു അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും കൂടി കിട്ടാനുള്ളൂ. നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ തൊട്ട് മുന്നത്തെ ലിസ്റ്റ് ഉണ്ടല്ലോ, 2022 ജൂലൈ 17-ന് അവസാനിച്ച ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ നിന്ന് എത്ര അഡ്വൈസാണ് ടോട്ടൽ നടന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 825 അഡ്വൈസാണ്. അതായത് കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ 825, കഴിഞ്ഞ ലിസ്റ്റിൽ 800. ഇപ്പോൾ അവസാനത്തെ ഡീറ്റെയിൽസും കൂടി കിട്ടിയതിന് ഏതാണ്ട് 825 വരെയൊക്കെ വരുമെന്ന് വിചാരിക്കാം, നമുക്കറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല. അതാണ് എറണാകുളത്തെ റേഞ്ച് എന്നുള്ള മനസ്സിലായത്. ആ ലിസ്റ്റിൽ നിന്ന് എത്ര ഓരോ കാറ്റഗറിയിൽ എത്ര നിയമനം നടന്നു നോക്കി കഴിഞ്ഞാൽ, ഓപ്പൺ കോമ്പറ്റീഷൻ 753, ഈഴവ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു, ആ റാങ്കിനുള്ളിലാണ്. SC
993 വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 13, മുസ്ലിം 914, LCO ആംഗ്ലോ ഇന്ത്യൻ 865, OBC 846, വിശ്വകർമ്മ 761, SIC നാടാർ 1729, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, ധീവര 770, ഹിന്ദു നാടാർ 791, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ LV 12, HI 11, LDRCP 10. ഫീമെയിൽ കാറ്റഗറിയിൽ ചെറിയൊരു മാറ്റമുണ്ട്, എത്ര മാത്രമേ ഉള്ളൂ. ഞാനതിൽ ഫീമെയിൽ കാറ്റഗറീൻ്റെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് അതേ ഇതിൽ തന്നെ, വലിയ വ്യത്യാസമില്ല. മെയിൽ കാറ്റഗറി ഫീമെയിൽ കാറ്റഗറി നിങ്ങൾ അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ 697 ആണെങ്കിൽ മറ്റേ 698, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയില്ല. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എറണാകുളത്തെ അഡ്വൈസ് നില വരുന്നത് ഇതേ റേഞ്ചിൽ തന്നെയാണ്. ഇതിൽ പലരും ചോദിക്കുന്ന പോലെ കഴിഞ്ഞ ലിസ്റ്റിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയില്ലേ, അതിൻ്റെ മുമ്പത്തെ ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ആ ലിസ്റ്റ് തുടങ്ങിയത്, നിയമനം തുടങ്ങിയതെന്ന് പറയുന്നത് 2021 കഴിഞ്ഞ് 22 മുതലല്ലേ ആ ഒരു കാറ്റഗറി സമയം കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകാം. ആദ്യ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം എത്ര നിയമനം നടന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാവും. ആദ്യ വർഷം എന്ന് ഞാൻ പരിഗണിക്കുന്നത് ജൂലൈ ടു ജൂൺ ആണ്. കാരണം ജൂലൈയിലാണ് ലിസ്റ്റ് വന്നത്. അതുകൊണ്ട് അടുത്ത ജൂൺ വരെ എത്ര നിയമനം നടന്നു എന്നുള്ളതാണ്. എറണാകുളത്ത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ വർഷം 277 അഡ്വൈസ് പോയി, രണ്ടാമത്തെ വർഷം 222, മൂന്നാമത്തെ വർഷം 301. മനസ്സിലായില്ല, മൂന്നാമത്തെ വർഷം 301 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടും അവസാനത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിക്കുന്നത്. അതുകൊണ്ട് ആദ്യ വർഷത്തെ ആ ഒരു വർഷം കിട്ടിയതുകൊണ്ട് വലിയൊരു വർധനവൊന്നും അധികം വന്നിട്ടില്ല. എങ്കിൽ പോലും രണ്ടാമത്തെ വർഷമാണ് പല ജില്ലകളിലും നിയമനം കുറച്ച് കുറവ് വന്നത്. ആദ്യത്തെ വർഷവും മൂന്നാമത്തെ വർഷവും നല്ല നിയമനങ്ങൾ, അത്യാവശ്യം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യ വർഷം 277, 272, 301 ആ റേഞ്ചാണ് എറണാകുളത്ത് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം ഓരോ കാറ്റഗറിയിലെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ജില്ലയിലേക്കാണ് പോകുന്നത്. കൂടുതൽ പേര് ആവശ്യപ്പെട്ട മറ്റൊരു ജില്ലയാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. ജില്ലയിൽ ലിസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 648 പേരുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 661 പേര്, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ 35 പേര്, അങ്ങനെ ടോട്ടൽ 1344 പേരുണ്ട്. 1344 പേര്. അതിൻ്റെ കഴിഞ്ഞ ലിസ്റ്റിലെ ആദ്യത്തെ അഡ്വൈസ് 2022 ജൂലൈ 18 വന്ന ആ ലിസ്റ്റിൽ ആദ്യത്തെ അഡ്വൈസ് വന്നത് നവംബർ 11 മിക്ക ജില്ലകളിലും നവംബർ ആയിട്ടുണ്ട്. അന്ന് 119 വേക്കൻസി അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നമ്മൾ ഡീറ്റെയിൽസ് പ്രകാരം ജൂൺ 27 27/6/2025 ഏതുവരെയുള്ള പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 17/6/2025 ജൂൺ 17 വരെയുള്ള വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു അഡ്വൈസോ പോയിട്ടുണ്ടാവും, തീർച്ചയായും പോയിട്ടുണ്ടാവും. കണ്ണൂർ അവസാന നിമിഷം വരെ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് പറയാം. കണ്ണൂർ ജില്ലയിലെ നമ്മൾ ഡീറ്റെയിൽസ് പ്രകാരം കഴിഞ്ഞ ലിസ്റ്റിലെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 584 584 അഡ്വൈസാണ് പോയിരിക്കുന്നത്. കാറ്റഗറി വൈസ് മെയിൽ ആണുങ്ങളുടെ കാറ്റഗറിയിൽ നോക്കിയാൽ ഓപ്പൺ കോമ്പറ്റീഷൻ 476 റാങ്ക് വരെ, ഈഴവ 478, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 29 വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 21 വരെ, മുസ്ലിം 515, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, OBC 476, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 16, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, DA ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറി LV 6 പേര്, HI 6 പേര്, LDRCP 6 പേര്. ഫീമെയിൽ കാറ്റഗറിയിൽ വലിയ മാറ്റമൊന്നുമില്ല. ഓപ്പൺ കോമ്പറ്റീഷൻ 472, ഈഴവ 471, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 23, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 18, മുസ്ലിം 530, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, OBC 472, വിശ്വകർമ്മ 454, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. ഇങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റുണ്ടല്ലോ, ഞാനെപ്പോഴും 2 ലിസ്റ്റുകളാണ് പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 6 വർഷത്തെ ഡീറ്റെയിൽസ് ഏതാണ്ട് നമുക്ക് കിട്ടും. 6 വർഷത്തെ 573 നമുക്ക് ഓർമ്മ ഏതാണ്ട് ഒരേ ലെവലിൽ തന്നെയാണ്. അത് ഈ കഴിഞ്ഞ ലിസ്റ്റ് 584, അതിൻ്റെ തൊട്ട ലിസ്റ്റിൽ 573. അപ്പോൾ ഓരോ ജില്ലയിലും ലെവൽ നമുക്ക് മനസ്സിലായല്ലോ. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ 446 റാങ്ക് വരെ, ഈഴവ 455, SC 1308 സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കടന്നിട്ടില്ല, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, മുസ്ലിം 1369, LCO ആംഗ്ലോ ഇന്ത്യൻ 908, OBC 486, വിശ്വകർമ്മ 556, SIC നാടാർ 1412, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ധീവര 1278, ഹിന്ദു നാടാർ 526, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറി LV 6, HI 7, LDRCP 8 എണ്ണമാണ്. ഫീമെയിൽ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 431 ഓപ്പൺ കോമ്പറ്റീഷൻ, ഈഴവ 434, SC 1293, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, മുസ്ലിം 1302, LCO ആംഗ്ലോ ഇന്ത്യൻ 784, OBC 450,
വിശ്വകർമ്മ 379, SIC നാടാർ 1173, SCCC 1472, ധീവര 790, ഹിന്ദു നാടാർ 467. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഏത് റാങ്ക് വരെയാണ് നിയമനങ്ങൾ വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഈ കാറ്റഗറിയിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഓരോ ലിസ്റ്റിലും ഓരോ കാറ്റഗറിയിലും ഉള്ള എണ്ണത്തിൻ്റെ മാറ്റം വരും, എണ്ണം മാറ്റം വരും. ഉദാഹരണത്തിന് ഈഴവ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഒരു 10 പേരുണ്ടായിരുന്നെങ്കിൽ ഈ തവണ 25 പേരുണ്ടെങ്കിൽ ആ ഇതിൽ മാറ്റം വരും. അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് ഓരോ കാറ്റഗറിയും പ്രത്യേകം നോക്കണം. അത് നമ്മൾ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം ആ എണ്ണവും റൊട്ടേഷൻ ചാർട്ടും തയ്യാറാക്കി എത്ര വരെ സാധ്യതയുണ്ട്, ഈ എണ്ണം വന്നു കഴിഞ്ഞാൽ എത്ര വരെ സാധ്യതയുണ്ട് ഞാൻ പറയാം. അതിൽ തന്നെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. NCA നോക്കാനുണ്ട്, NJD ഉണ്ട്, TPO ഉണ്ട്. അതൊക്കെ നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഓരോ വർഷവും നടന്ന നിയമനങ്ങൾ എത്ര ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കണ്ണൂർ ലിസ്റ്റിൽ ആദ്യത്തെ വർഷം 232 പേരും, രണ്ടാമത്തെ വർഷം 171, മൂന്നാമത്തെ വർഷം 181. ഇങ്ങനെയാണ് ഇതുവരെയുള്ള 181 കുറച്ചും കൂടി കൂടും. ഇത്രയാണ് നിയമന നില വന്നിരിക്കുന്നത്. ഇത്രയാണ് കണ്ണൂരിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കൂടുതൽ ജില്ലകളുമായി അടുത്ത് ആവശ്യപ്പെടുന്നതനുസരിച്ച് കൂടുതൽ ജില്ലകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നിങ്ങൾക്ക് ഈ ഡാറ്റകൾ ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.